ഹലോ ഗൈസ്, ഐം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഫ്രെൻഡ്ലോബ്ലാസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ ഒത്തിരി 4-5 വീഡിയോ ഫ്രെൻഡ്ലോബ്ലാസ്റ്റിനെ കുറിച്ച് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും കുറേ പേര് ഡൗട്ട് ക്ലിയർ ആവുന്നില്ല. കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രെൻഡ്ലോബ്ലാസ്റ്റിൻ്റെ A to Z കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രെൻഡ്ലോബ്ലാസ്റ്റിനെ കുറിച്ച് ഒരു ഡൗട്ടും ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൂടാതെ ഫ്രെൻഡ്ലോബ്ലാസ്റ്റ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രെൻഡ്ലോബ്ലാസ്റ്റ് എന്താണെന്ന് പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗ്ലാൻസ് പെനിസും ബോഡിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഫ്രെൻഡ്ലം എന്ന് പറയും. അതിങ്ങനെ സ്കിന്ന് താഴത്തോട്ട് പോകുമ്പോൾ ആ ഫ്രെൻഡ്ലത്തിൽ പെയിൻ വരും. അത് ടൈറ്റായിട്ട് ഫ്രെൻഡിലിരിക്കും. ആ ഫ്രെൻഡ്ലത്തിനെ നമ്മൾ ലൂസിൻ ചെയ്ത് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന സർജറിയാണ് ഫ്രെൻഡ്ലോബ്ലാസ്റ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എമൗണ്ടിനെ കുറിച്ച് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ എല്ലാ ബാർബർ ഷോപ്പിലും ഒരേ റേറ്റ് തന്നെയാണോ മുടി വെട്ടുന്നത്? അല്ല. ഇപ്പോൾ ചില ബാർബർ ഷോപ്പിൻ്റെ വലിപ്പവും അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവിടെ മേ ബി AC ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതലായിരിക്കും, കുറവായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ. നമുക്ക് പക്ക ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല. ഹോസ്പിറ്റൽസിൻ്റെ വലിപ്പവും ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടിങ് ഫീസും കാര്യങ്ങളും അതുപോലെ ഇരിക്കും ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പറയാനാണെങ്കിൽ ആവറേജ് ഞാൻ പറയുന്നു ഒരു 15 to 30K, അതായത് 15,000 മുതൽ 30,000 രൂപയുടെ ആവറേജ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോ ഹോസ്പിറ്റലും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും. ഇനിയിപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ഫ്രെൻഡ്ലോബ്ലാസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് നമ്മൾ ഓൾറെഡി ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നു, അവിടെ കയറുന്നു, അവിടെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ പോയിട്ട് നമ്മുടെ എത്രയാണ് ഡോക്ടർ ഫീസ് പറയുന്നത് ബില്ല് പേ ചെയ്യുന്നു, ഡോക്ടറിൻ്റെ ക്യാബിനിലോട്ട് കിടക്കുന്നു. ഡോക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും ഫ്രെൻഡ്ലം ടൈറ്റ് ആണെന്ന്. അപ്പോൾ തന്നെ സർജറി ഓക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാവുന്ന ഒരു 3-4 മിനിറ്റിൻ്റെ കാര്യം, മാക്സ് ടു മാക്സിമാണ്. ഇല്ലെങ്കിൽ 1 മിനിറ്റിൽ സർജറി കഴിയും. കാരണം അത്രയും ചെറിയൊരു സർജറിയാണ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഗ്ലാൻസ് പെനിസ് താഴ്ത്തിയിട്ട് ആ ഫോർ സ്കിന്നിന് ടൈറ്റുള്ള ഫ്രെൻഡത്തിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഓയിൻമെൻറ്റ് രൂപത്തിലുള്ള ലോക്കലായിട്ടുള്ള അനസ്തീഷ്യ നമുക്ക് അപ്ലൈ ചെയ്ത് തരും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ OT കിടക്കുമ്പോൾ അവിടെ നമുക്ക് ലോക്കൽ അനസ്തീഷ്യ ഇഞ്ചെക്ട് ചെയ്ത് തരും. അപ്പോൾ ഇഞ്ചെക്ഷൻ കുത്തുന്ന വേദന അറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നമുക്ക് ലോക്കലായിട്ട് ഓയിൻമെൻറ്റ് രൂപത്തിലുള്ള അനസ്തീഷ്യ നമുക്ക് തരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് മരവിച്ചിരിക്കുന്ന പോലെ തോന്നും. പിന്നെ നമുക്ക് അവിടെ സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു 5-10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം OT കടന്ന് ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ സ്കിന്ന് താഴ്ത്തിയിട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഫോർസെപ്സിൽ നമ്മുടെ ടൈറ്റുള്ള സ്കിന്ന് ഹോൾഡ് ചെയ്തിട്ട് കോട്ടറി എന്ന് പറയും. അതായത് ഒരു ചൂട് കൊണ്ടിട്ട് ഇങ്ങനെ പയ്യെ മുറിപ്പിക്കുന്ന ഒരു സംഭവമാണ്, ഹീറ്റ് കൊടുത്തിട്ട്. അപ്പോൾ ഈ കോട്ടറി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അവനെ കാണിക്കുമ്പോൾ സ്കിന്നിങ്ങനെ ലൂസായി വരും. 1% പോലും ബ്ലീഡിങ് അവിടെ ഉണ്ടാവില്ല. കാരണം ഇത് ഹീറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ബ്ലീഡിങ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മനസ്സിലായി? അത്ര റയറസ്റ്റ് കണ്ടീഷനിൽ മാത്രമേ ചെറിയൊരു ബ്ലീഡിങ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? അതായത് ഇത് ഒട്ടിക്കുന്ന ഗമ്മുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി അവിടെ സ്കാർ വീഴാനുള്ള ചാൻസ് ഉണ്ടാവും. മേ ബി സ്റ്റിച്ച് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ പോലും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്ലാസ്മ ഗമ്മുണ്ട്, അത് സൂപ്പർ ഗ്ലൂ ഒക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഈ മുറിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഗമ്മ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് വീട്ടിലോട്ട് വിടും. ഇത്രയേ ഉള്ളൂ സർജറി എന്ന് പറഞ്ഞാൽ. 1 മിനിറ്റ് പോലും എടുക്കത്തില്ല ഈ സർജറി. അപ്പോൾ അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. കൂടെ പക്ഷേ ഒരാളെ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ സർജറി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഒരാൾ കൂടെ ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് സർജറി കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയർ ആണ് പറയുന്നത്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കോഴ്സ് തരും. ഒരു 5 ഡേയ്സോ 7 ഡേയ്സോ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ടുണ്ടാവും. ആ ഒരു 5 ഡേയ്സിൽ നമുക്ക് ഡ്രസ്സിങ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിയറസ്റ്റ് ക്ലിനിക്കിൽ ഡ്രസ്സിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ബാൻഡേജ് മാറ്റിയിട്ട് അവിടെ ബെറ്റാഡിൻ സൊല്യൂഷനും ഒരു ഓയിൻമെൻറ്റ് ഉണ്ടാവും, ആൻറ്റിബയോട്ടിക് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ രാത്രി ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കാൻ നോക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് വർക്കിങ്ങിന് പോവാം. 1% പോലും പെയിൻ അവിടെ ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ഹീറ്റൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ വണ്ടിമേൽ കണ്ടിന്യൂസ് റൈഡ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് തൊടുമ്പോൾ ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ടാവും. അല്ലാതെ വേറൊരു പ്രോബ്ലം പെയിനായിട്ടൊന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് വർക്കിനോ ക്ലാസ്സിനോ എന്താ വെച്ചാൽ നമ്മുടെ റെഗുലർ വർക്ക്സിൽ നമുക്ക് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 15 to 20 ഡേയ്സ് നമ്മൾ ഇജാക്കുലേഷനോ സെക്ഷൽ ഇൻ്റർകോഴ്സോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ പ്ലാസ്മ ഗമ്മാണ് ഒട്ടിച്ചേക്കുന്നത്.
നമ്മൾ മാസ്റ്റർബേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക. ഒരു 20 ദിവസം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. 20 ദിവസത്തിന് ശേഷം വൂണ്ടൊക്കെ നല്ലപോലെ ഹീലാവും. ഡോക്ടറെ ഒന്നുകൂടി പോയിട്ട് കാണിച്ചു കൊടുക്കുക, അവിടെ സ്കാറൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതാണ് സർജറി. ഇത്രയേ ഉള്ളൂ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 3 ദിവസമേ ആൻറ്റിബയോട്ടിക് എടുക്കണ്ടാലും 3 to 5 days ഒരു മാക്സിമം 7 days ആൻറ്റിബയോട്ടിക് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആൻറ്റിബയോട്ടിക് കോസേജും നോർമലാവും. പിന്നെ ബാക്ക് ടു നോർമൽ ലൈഫാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്കിന്നിൽ പിന്നെയും ടൈറ്റ്നെസ് ഉണ്ടെങ്കിൽ മാക്സിമം അവിടെ തന്നെ ഡോക്ടർ ക്ലിയർ ചെയ്യും. ഇനിയിപ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് കാരണവശാൽ കുറച്ചും കൂടി ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്നുകൂടി അറിയിക്കുക, ഡോക്ടർ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, അതെന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇനി പ്രോബ്ലം വരോ അതോ ഇനി ബ്ലീഡിങ് വരോ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് ഒന്നുകൂടി ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ സർജറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ്. ഇവിടെ ബാംഗ്ലൂർ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് പുള്ളിക്കാരൻ ഈ സർജറിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തത്. അപ്പോൾ നല്ല പേരുകേട്ട ഡോക്ടർ, പേരുകേട്ട യൂറോളജിസ്റ്റാണ്. ആളുടെ അടുത്ത് ചെന്നു കാര്യങ്ങൾ പറഞ്ഞു. ആള് പറഞ്ഞു തന്നിട്ട് ഇവന് തലകറക്കം വന്നു. എന്നുവെച്ചാൽ ആൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒട്ടിൽ കയറ്റിട്ട് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് നമുക്ക് സർജിക്കൽ ബ്ലേഡ് വെച്ച് ഇങ്ങനെ മുറിക്കാം, വൈ കട്ട് എടുക്കാം, സെഡ് കട്ട് എടുക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാരണം ഇവൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് റിസർച്ച് മാസങ്ങളോ കൊല്ലങ്ങളോ കൊണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും സർജറി, ക്വാർട്ടർ യൂസ് ചെയ്യണോ അതോ സിസേഴ്സ് യൂസ് ചെയ്യണോ, ഇവന് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഈ ഡോക്ടർ ഈ സംഭവം ചെയ്യാൻ പറ്റുമോ, ഡോക്ടറിന് മേളിലൊരു ഡൗട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ധൈര്യം ഇല്ല, കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റൽ നോക്കാം. കാരണം എപ്പോഴും നമ്മൾ ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്യുമ്പോൾ മെയിൻലി ഫ്രെൻഡോപ്ലാസ്റ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യുന്ന കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ അതോ ബാംഗ്ലൂർ എവിടെയായാലും കേരളത്തിലായാലും ഫ്രെൻഡോപ്ലാസ്റ്റിയും സർക്കംസിഷനും മാത്രം ചെയ്തു പോകുന്ന കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ആ ഡോക്ടേഴ്സ് ഇങ്ങനത്തെ ഈ 2 കേസ് മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. സോ അവർ അതിൽ പെർഫെക്റ്റ് ആയിരിക്കും, A to Z അവർക്ക് അറിയായിരിക്കും. കാരണം മറ്റൊരു യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾ യൂറോളജിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, പലവിധം സർജറികൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൾക്ക് മേ ബി വർഷത്തിൽ 1 കേസോ 2 കേസൊക്കെ ആയിരിക്കാം മേ ബി ഫ്രെൻഡോപ്ലാസ്റ്റി സർക്കംസിഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദിവസം 3 or 4 സർക്കംസിഷനും 5 or 6 ഫ്രെൻഡോപ്ലാസ്റ്റിയൊക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസും നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഒന്ന് കൺസിഡർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രൈവറ്റ് പാർട്ടാണ്, നമ്മുടെ കോംപ്ലക്സിനെ ഹിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. സോ അതൊരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് സർജറിനെ കുറിച്ച് പറയാൻ. പിന്നെ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ, ഡോക്ടറിൻ്റെ സെക്കൻഡ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ടു നോർമൽ സെക്സ് ലൈഫിലോട്ടോ എന്ത് ലൈഫിലോട്ടോ പോകാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഫ്രെൻഡോപ്ലാസ്റ്റിയുടെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും വിട്ടു പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തൊന്ന് ചോദിക്കുക, ഞാൻ ക്ലീൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.